ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഒരു മീൻകറി വെക്കാൻ പോവാണ്. കോട്ടയം മീൻകറി. ഞാൻ കോട്ടയംകാരിയാണ്, അതുകൊണ്ട് കോട്ടയം മീൻകറി വെക്കാൻ. നമുക്ക് മത്തി ഇരിപ്പുണ്ട്, കഴിഞ്ഞ ദിവസം കിട്ടിയ മത്തിയുണ്ട്. മത്തിക്കറി വെക്കാം നമുക്ക്. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാവേ. നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ കുറച്ചിരിപ്പുണ്ട്. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഇനി ചൂടായി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവ. ഞാൻ ആദ്യം ഉലുവയാണ് ഇടുന്നത്. ഉലുവ ചൂടായതിന് ശേഷമേ ഞാൻ കടുകിടത്തുള്ളൂ. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്, ഏകദേശം പൊട്ടി തുടങ്ങി. ഇനി അല്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഞാൻ അല്പം സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. എൻ്റെ ചെറിയ ഉള്ളി തീർന്നു പോയി. സവോള, പിന്നെ കറിവേപ്പില, ഇത്രയും നമുക്ക് ഇട്ട് വഴറ്റിയെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ഇടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി അല്പം മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും അല്പം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇടാം. സവോള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അല്പം കൂടെ മൂത്ത് വരുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻകറിക്ക് ആവശ്യമായ പൊടികളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി. പിരിയം മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല, നമ്മൾ കുറച്ച് എരിവ് കൂട്ടുന്നതാണ്. മുളക് മീൻകറിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ ഈ മുളക് പൊടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയുണ്ട്, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഞാനൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കുടംപുള്ളിക്ക് ഒരു ചെറിയ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പും കൂടെ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ അല്പം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മത്തി ഇടാം. ഞാൻ ഫുള്ളായിട്ടാണ് ഇടുന്നത്, കുറച്ച് പീസേ ഉള്ളൂ, അത് കാരണം ഞാൻ ഫുള്ളായിട്ടുള്ള ഇടുന്നത്. മത്തി എല്ലാ ഗ്രേവിക്കകത്ത് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ഗ്രേവി ആയിരുന്നു. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഞാൻ ഇങ്ങനെ തിള വന്നതിന് ശേഷമാണ് കറിവേപ്പില ഇടുന്നത്. ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് അല്പം ഗ്രേവിയൊക്കെ വറ്റി കുറുകി വരുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുളകിട്ട കോട്ടയം മീൻകറി. മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കാവേ. നന്നായിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. ലാസ്റ്റ് നമ്മൾ ഈ കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് അത് തിളച്ച് വരുമ്പോൾ ഒരു നല്ല സ്മെല്ലുണ്ടാവേ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.